ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നലെ വൈകുന്നേരത്ത് എൻ്റെ കൊറ്റനാടില്ലേ, മറ്റേ വെള്ള കളറുള്ള ആട് കൊറ്റൻ, അവന് വൈകുന്നേരം ഒരു 10-12 മണിയാകുമ്പോഴും കൂടി കിതപ്പ് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. നല്ല കിതപ്പ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ചൂടും. അപ്പോൾ എനിക്ക് മനസ്സിലായി ചൂടത്ത് ഉള്ള ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഞാൻ വേഗം മേത്തൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് തെളിച്ച് നിന്നിട്ടൊക്കെയാണ് അവനൊന്ന് ഓക്കെ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഈ മൊട്ടാപ്പുറ വെയിൽ കൊള്ളുമ്പോഴേ എല്ലാവർക്കും നല്ല മനുഷ്യരൊക്കെ നമ്മൾ 2-3 നേരമൊക്കെ മേല് കഴുകും, കൈയും കാലും കഴുകുകയൊക്കെ ചെയ്യണ്ടില്ലേ, മുഖമൊക്കെ കഴുകും. പക്ഷേ ഇവരിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാനിന്ന് വെള്ളം ഇല്ലെങ്കിലും എനിക്ക് കഷ്ടിമുഷ്ടിയാണ് വെള്ളം, എന്നാലും ഉള്ള വെള്ളം ഓരോ 2 കപ്പ് വെള്ളം മേത്ത് ഒഴിച്ച് കൊടുക്കട്ടെ പറഞ്ഞിട്ടേ ഇവരെയാണ്ട് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുളിപ്പിക്കുകയാണ് കേട്ടോ. കുളിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, ആദ്യമായിട്ടല്ലേ കുളിക്കണത്. ആദ്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ വേനൽക്കാലത്ത് ഇവരെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കുളിപ്പിച്ചില്ല. ഇപ്രാവശ്യം വെള്ളം എനിക്ക് നല്ല കുറവാണ്, അപ്പോൾ പിന്നെ കുളിപ്പിക്കലൊന്നുമില്ല. പോണൂനെയും പണീനെയും മാത്രമേ കുളിപ്പിക്കുകയുള്ളൂ. ഇവരെ ആടിനെയൊന്നും കുളിപ്പിക്കാറില്ല. ഇവർക്ക് പാവങ്ങൾ ചൂട് താങ്ങാൻ വയ്യ, എന്ത് ചെയ്യാനാ? ഉച്ചയ്ക്കപ്പോൾ ഒരു കുളി, ഉച്ചക്കുളി പിച്ചക്കുളി എന്നൊക്കെ പറയുക, എങ്കിലും ഉച്ചയ്ക്ക് കുളിച്ചു. ഉച്ചയ്ക്ക് ചൂടത്ത് നല്ല കിതപ്പാണ്, ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ പിന്നെ തൂത്തിരിക്ക് ഇഷ്ടമില്ലേ കുളിക്കാൻ, തൂത്തിരിനെയാണ് കുളിപ്പിക്കുന്നത്. തൂത്തിരി അങ്ങട് ചാടട കുഞ്ചിരാമ, ഇങ്ങട് ചാടട കുഞ്ചിരാമ പറഞ്ഞിട്ട് ചാടാം. ഭയങ്കര ചാട്ടാണ്. തൂത്തിരിന് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. തൂത്തിരിനെ ഞാൻ അങ്ങനെ കൊഞ്ചിക്കുന്നതുകൊണ്ട് തൂത്തിരിന് എന്നോടും ഭയങ്കര കൊഞ്ചലാണ്. മറ്റുള്ളവരെ പോലെ അല്ല തൂത്തിരി. എൻ്റെ മേത്ത് കയറും, എനിക്ക് ഉമ്മ തരും, എല്ലാം ചെയ്യും. ഞാൻ മുഖമൊക്കെ കഴുകി കൊടുത്താട്ടെ, പാവം. എനിക്ക് തൂത്തിരി നല്ല ഇഷ്ടമാണ്. തൂത്തിരി എൻ്റെ ജീവനാണ്. കണ്ടോ അവൾ കണ്ടു നിൽക്കുന്നത്? ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര കൊഞ്ചലാണ്. ഒത്തിരി പാവം. 2 കൊല്ലമായി, പക്ഷേ ഗർഭിണിയായിട്ടില്ല എത്ര കാലം. അവളുടെ ഇടുപ്പും കൈയും കാലമൊക്കെ ഒടിഞ്ഞത് കൊണ്ടേ അവൾ എല്ലാവർക്കും സാപ്പാട് കിട്ടും, അത്രേ ഉള്ളൂ. സാപ്പാട് വയ്ക്കണം. എനിക്ക് ഇവരുടെയൊക്കെ ഇങ്ങനെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാളെ കച്ചവടക്കാർ വന്നപ്പോൾ ഞാൻ ആ കൊറ്റനെ കൊടുത്തിട്ട് അവർ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് തന്നു എൻ്റെ ആടിനെ വേണ്ടിയിട്ട്. ഞാൻ അങ്ങോട്ട് കാശ് തിരിച്ചു കൊടുത്തിട്ട് കൊറ്റനെ ഞാൻ ഇങ്ങനെ തന്നെ മേടിച്ചു. എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ ആടിനെ വളർത്തുന്നത്? എനിക്ക് ഭയങ്കര വിഷമമായി, അവനെ കൊണ്ടുപോയി കൊല്ലില്ലേ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ തിരിച്ച് തന്നെ മേടിച്ചു. എന്നിട്ട് ഞാൻ അവർക്ക് പുല്ല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് തിന്നായിട്ട് കൊടുത്തു. ചെത്തിക്ക് കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഞാൻ അവരാണ് ഉണ്ടാകാണ്ട് കിടന്നു. അതാണ് തൂത്തിരിന് നല്ല സാമർത്ഥ്യമാണ് വള്ളി തിന്നാൻ. മഞ്ഞൾപ്പൊടിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ വള്ളി. ഞാൻ വെയിലൊന്നും കൊള്ളിക്കില്ല, ഇവർ അവിടെ സുഖമായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് ആടുകൂട്ടിൽ കുറച്ച് നേരം കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ കുറച്ച് നേരം അവർ കൂടെ ഇരിക്കും. ഓക്കെ ബൈ, ടാറ്റാ. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.